ഹായ് നമസ്കാരം, എല്ലാ മഞ്ചന്മാർക്കും മഞ്ചത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കഥ പറച്ചിലുമായിട്ടാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടാണ് അല്ലേ. അതായത് നിങ്ങൾ കണ്ടു കാണും, ഞാനൊരു കഥ പറഞ്ഞു, അത് ഇവളൊരു കഥ പറഞ്ഞു, പിന്നെ അബിയാണ് ഇനി പറയാനുള്ള. കേട്ടോ, ഞാൻ പറഞ്ഞില്ലല്ലേ? പറയൂലേ? പറയിപ്പിക്കോടി. ഓക്കെ, അപ്പം നമ്മൾ ആ കഥ പറച്ചിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ പറഞ്ഞായിരുന്നു പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുമെന്ന്. അപ്പോൾ പാർട്ട് 2ലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ്, വേറെ എന്നാ പറയാനുള്ള, എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. കഴിഞ്ഞ കഥേനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? കിടുവല്ലായിരുന്നോ? അടിപൊളി കഥയല്ലായിരുന്നോ? ഓക്കെ, അപ്പം നമ്മൾ ഈ കഥയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ആരാണ് പറയാനുള്ളത്? അബിയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് കൂടെ ഇടുക കേട്ടോ. ആര് പറഞ്ഞ കഥയാണ് നല്ലത്, എങ്ങനത്തെ കഥയായിരുന്നു നല്ലത് എന്നൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആരാണ് ഇവിടുന്ന് വാങ്ങി പോകേണ്ടത്? അപ്പം നമുക്ക് സിമിനെ ഇവിടുന്ന് ഓടിക്കുക കേട്ടോ, പറപ്പിക്കുക. പറഞ്ഞോ? ഓക്കെ, അപ്പം അബി എന്നോട് കഥ പറയും, അപ്പം ഞാനത് സിമിയോട് പറയും. ലാസ്റ്റ് സിമി അബിയോട് പറയണം. ഓക്കെ, റെഡിയാണോ? എന്നാ റെഡിയല്ലേ? പഴയ വീട്ടിലെ നിഴല്. വർഷങ്ങൾക്ക് ശേഷം അനു അമ്മമ്മയുടെ പഴയ വീട്ടിലെത്തി. വീട്ടിനുള്ളിൽ പൊടി ചെതലുകൾ, പഴയ ഓർമ്മകൾ, മണവുമുണ്ടായിരുന്നു. വാതിൽ തുറന്നതും പിന്നിൽ ശക്തമായൊരു ശബ്ദം. വാതിലടഞ്ഞു. അവൻ ടോർച്ച് വെളിച്ചം മതിലിലേക്ക് തിരിച്ചു. അപ്പോൾ ഒരു സ്ത്രീയുടെ നിഴൽ നീങ്ങുന്നു കണ്ടു. പക്ഷെ അവിടെ ആരുമില്ല. അനുവിന്റെ നെഞ്ചു കുതിച്ചു. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. അനുവേ, നീ വന്നല്ലോ. അവൻ തിരിഞ്ഞപ്പോൾ അമ്മമ്മയുടെ പഴയ കസേരയിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാളിരുന്നു. മുഖം മങ്ങലും കണ്ണുകൾ തിളക്കമുള്ളതുമായിരുന്നു. അവൾ മന്ദമായി പറഞ്ഞു, താക്കോൽ കൊണ്ടുവന്നല്ലോ എനിക്ക്. അനു നടുങ്ങി വാതിലിലേക്ക് ഓടി. അത്ഭുതമായ വാതിൽ ഇപ്പോൾ തുറന്നു പോയിരുന്നു. അവൻ പുറത്തേക്ക് പാഞ്ഞു. അന്ന് മുതൽ രാത്രിയാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് കേൾക്കാം, അനുവേ താക്കോൽ. ഓക്കെ, അപ്പം അബിയെ കഥ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ആ കഥ സിമിയോടാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, റെഡിയല്ലേ? പണ്ട് അനു എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീ, അനു എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങ് വിദൂരത്ത്. അപ്പം ഒരു ദിവസം ആ കൊച്ചിങ്ങനെ പറമ്പിക്കൂടെ തേങ്ങ പറക്കി നടക്കുമ്പോൾ ഒരു താക്കോല് വീണ് കിട്ടി. അതുകൊണ്ട് താക്കോലെടുത്ത് ഓടി അമ്മൂമ്മയുടെ അടുത്ത് വന്നു. എന്നിട്ട് അമ്മൂമ്മയോട് കാണിച്ചു താക്കോല്. അന്നേരം അമ്മൂമ്മ പറഞ്ഞു, ഇതാരോ കളഞ്ഞു പോയ താക്കോലാന്ന് പറഞ്ഞു. അപ്പം ആ കൊച്ചു നോക്കിയപ്പോൾ താക്കോലില് 19 BC എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ബിഫോർ ക്രൈസ്റ്റ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു താക്കോലായിരുന്നു. അപ്പം അന്നേരം ഒരു മന്ത്രവാദി രാജൻ പിതാവിനെ പോലെയൊക്കെയുള്ള ഒരു മന്ത്രവാദി പണ്ട് ഒരു യക്ഷീനെ ഇതിനകത്ത് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബോക്സിനകത്ത്. അപ്പം ആ ബോക്സ് ഈ അമ്മൂമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അതിനകത്തായിരുന്നു അമ്മൂമ്മ മറ്റേ മുറുക്കാനൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ അത് തുറന്നിരിക്കുമായിരുന്നു. എന്നിട്ട് ആ കൊച്ച് താക്കോല് കൊണ്ട് വന്നു. അന്നേരം അമ്മൂമ്മയ്ക്ക് ആ താക്കോല് കൊടുത്തപ്പോൾ അമ്മൂമ്മ വിചാരിച്ചു, അമ്മൂമ്മ നോക്കുമ്പം ഈ മുറുക്കാൻ പെട്ടിക്ക് ഒരു ഇതുണ്ട്, താക്കോൽ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞേക്ക്. അമ്മൂമ്മ അതിട്ട് തിരിച്ചു നോക്കി. അപ്പൊ അത് ഓപ്പൺ ആവുന്നുണ്ട്, ഇങ്ങനെ തിരിയുന്നുണ്ട് അതിനകത്തിട്ട്. അപ്പൊ അമ്മൂമ്മയ്ക്ക് മനസ്സിലായി അത് ആ മുറുക്കാൻ പെട്ടിയുടെ താക്കോലായിരുന്നു. പക്ഷെ അതാരോ തുറന്നു വെച്ചിരിക്കുമായിരുന്നു മുറുക്കാൻ പെട്ടി. അങ്ങനെയായിരുന്നു അമ്മൂമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അപ്പം ഈ ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മൂമ്മ ഒരു പൂജാരിയുടെ അടുത്ത് പോകും. അപ്പം പൂജാരി ഇങ്ങനെ മന്ത്രമൊക്കെ നോക്കിയിട്ട് പൂജാരി പറയും, ഇതൊരു യക്ഷീനെ തളച്ചൊരു പെട്ടിയുടെ താക്കോലാന്ന് പറയും. അങ്ങനെ അമ്മൂമ്മ മനസ്സിലാക്കും ആ വീട്ടിൽ യക്ഷിയുണ്ടെന്നുള്ളത്. അങ്ങനെ ആ കൊച്ചും അമ്മൂമ്മയും കൂടെ ഇറങ്ങി ഓടും. അതാണ് കഥ. അപ്പൊ ഇതാണ് താക്കോലിന്റെ കഥ. ഇത് നീ അബിയോട് പറയണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, പറഞ്ഞ. പണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു, അനു. എന്നിട്ട് ആ അനുവിന് ഒരു മുത്തശ്ശിയുണ്ട്. എന്നിട്ട് ഈ അനു മുറ്റത്തൂടെ ഇങ്ങനെ പറമ്പിക്കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു തേങ്ങ പെറുക്കി. അന്നേരം ഉണ്ട് ഒരു താക്കോല് കിട്ടി. എന്നിട്ട് ആ താക്കോല് നോക്കുമ്പം താക്കോല് BC 98 68 എഴുതിയിട്ടുണ്ട്. എന്നിട്ട്
എന്നിട്ട് ആ താക്കോല് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അല്ല, ആ താക്കോല് അമ്മൂമ്മേൻ്റെ മുറുക്കാൻ വെട്ടീൻ്റെ താക്കോലായിരുന്നു. എന്നിട്ട് അത് മുറുക്കാൻ വെട്ടീൻ്റെ താക്കോലായിരുന്നു. എന്നിട്ട് ആ മുറുക്കാൻ വെട്ടി തുറന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ താക്കോല് ഇതിൽ BC എഴുതിയിട്ടുണ്ടല്ലോ. എന്നിട്ട് അത് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, രാജംബി ദേവി പോലത്തെ ഒരു മന്ത്രവാദി. എന്നിട്ട് അങ്ങോട്ട് പോയി. അന്നത്തേക്ക് ആ മന്ത്രവാദി പറഞ്ഞു ഇത് ഒരു ആ പെട്ടിയിൽ യക്ഷീനം തളച്ചിട്ട പെട്ടിയായിരുന്നു, അതിൻ്റെ താക്കോല ഇതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ഈ മുത്തശ്ശിയും മോനും ഇത് അറിഞ്ഞല്ലോ. എന്നിട്ട് ഇത് അറിഞ്ഞിട്ട് അവരത് കണ്ടിട്ട് ഓടി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് കഥ തീർന്നു. അത്രേ ഉള്ളൂ കഥ. അപ്പൊ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ പറഞ്ഞ കഥ ശരിയായിരുന്നോ? എവിടെ പറഞ്ഞ കഥ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതെന്താ ഇവര് തിരിച്ചു പറയുന്നുണ്ട്. പക്ഷെ കഥ കുഴപ്പമില്ലായിരുന്നു അല്ലേ? പിന്നെ അടിപൊളി കഥയാ, സിനിമയാക്കാൻ പറ്റിയ കഥയല്ലേ? അപ്പം കഥ അടിപൊളി കഥയായിരുന്നാണ് ഇവർ പറയുന്നത്. അപ്പം പിന്നെ ഈ കഥയെ കുറിച്ച് എന്തെങ്കിലും സജഷനൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജഷൻ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഈ കഥ ആരാണ് കൂടുതൽ ഭംഗിയായിട്ട് ഒക്കെ അവതരിപ്പിച്ചെന്നുള്ളതും കൂടി പറയണം. പിന്നെ ഏത് കഥയായിരുന്നു ഇത്, ഈ കഥയായിട്ട് അതായത് അഭി പറഞ്ഞ കഥയായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടായിരുന്നോ എന്നും കൂടി നിങ്ങൾ പറയാം. നിങ്ങൾ ഇങ്ങനത്തെ ചലഞ്ചുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.